കോഴിക്കോട് നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. പന്ന്യങ്കര ചക്കുംകടവ് സ്വദേശി മുഹമ്മദ് അൻസാരിയെയാണ് ജയിലിലടച്ചത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ദീപക്, വിശദാംശങ്ങൾ. പ്രജിനി, മയക്കുമരുന്നിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നുള്ളത് കഴിഞ്ഞ ദിവസം DGP രവത ചന്ദ്രശേഖർ 24നോട് പറഞ്ഞിരുന്നു. അതേ തുടർന്ന് തന്നെ ഇപ്പോൾ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്ന, കോഴിക്കോട് മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ, MDMA ഉൾപ്പെടെ ആഷ് ഓയിൽ നടത്തുന്ന ആളാണ് ഈ അൻസാരി. മുഹമ്മദ് അൻസാരി പന്ന്യങ്കര പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ചക്കുംകടവ് സ്വദേശിയാണ്. അയാൾക്കെതിരെ പന്ന്യങ്കര പോലീസിന്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ SHO ആണ് റിപ്പോർട്ട് നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അരുൺ കെ പവിത്രൻ DCP ജില്ലാ കലക്ടർക്ക് പ്രത്യേകമായ ഒരു റിക്വസ്റ്റ് നൽകുന്നു, കാപ്പ ചുമത്തി ജയിലിലടക്കണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് പോലീസ് ശരിവെച്ചുകൊണ്ട് ജില്ലാ കലക്ടറുടെ സവിശേഷമായ ജില്ലാ മജിസ്ട്രേറ്റ് അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലഹരി മാഫിയ സംഘത്തിൽ അംഗമായ ലഹരി വിൽപ്പനക്കാരനായ ഒരു ക്രിമിനലിനെതിരെ ഈ കാപ്പ ചട്ടം പ്രകാരമുള്ള നടപടിയിലേക്ക് കടന്നത്. കാപ്പ ചുമത്തിക്കൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ്, തടവറയിലേക്കാണ് അയച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സവിശേഷ അധികാരം വളരെ കുറവാണ്. അത്തരത്തിലുള്ള കടുത്ത നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നു എന്നുള്ളതാണ് വസ്തുത. പ്രജിൻ, ദീപക് ധർമ്മമാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.